മനുഷ്യനായി വന്നു. ബൈബിൾ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തിന്റെ വായിലെ വാക്ക് വചനം അഥവാ ദൈവം, ദൈവത്തിന്റെ ജീവന്റെ ഉറവിടം തന്നെ ഒരു മനുഷ്യനായി സൃഷ്ടിക്ക് തത്തുല്യമായി സൃഷ്ടിയെ പോലെയായി അവൻ സൃഷ്ടിക്കപ്പെട്ടവനെ പോലെയായി ഈ ലോകത്തിലേക്ക് വന്നു. അവൻ മനുഷ്യനായി കാണപ്പെട്ടു. അതാണ് കർത്താവായ യേശുക്രിസ്തു. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇഹലോകത്തിലേക്ക് വന്നപ്പോ അവനൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അവൻ ദേവാലയത്തിലേക്ക് പോയി, അവൻ ജോലി ചെയ്തു, അവൻ പ്രാർത്ഥിച്ചു, അവൻ അവന്റെ അപ്പനമ്മയ്ക്കും കീഴ്പ്പെട്ടവനായിരുന്നു, അവൻ എല്ലാത്തിനും കീഴ്പ്പെട്ട് അനുസരണമുള്ളവനായി തീർന്നു. എന്ന് വിചാരിച്ച് അവൻ ദൈവമല്ല എന്നല്ല, അവനൊരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യൻ ദൈവമകനായിട്ട് എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു കൊടുക്കുവാനും കൂടി അവൻ ആഗ്രഹിച്ചു. അത് അവൻ വെളിപ്പെടുത്തി. ആ ദൈവം ഇപ്രകാരം പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ അനുഗമിക്കുക, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും ഇപ്രകാരം പറയുവാൻ പറ്റിയിട്ടില്ല, ഞാൻ സത്യമാണ്, എന്നെ വിശ്വസിക്കുവിൻ, എന്നിൽ വിശ്വസിച്ച നിങ്ങൾ മരിച്ചാലും ജീവിക്കുമെന്ന് പറയുവാൻ പറ്റിയിട്ടില്ല. പക്ഷെ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഒരു ചുമരിൽ കാണുന്ന ഭിത്തിക്ക് മീതെ 3 രൂപയുടെ 2 ജാണി കൊണ്ട് തറച്ചു വെച്ചിരിക്കുന്ന ഒരു വാട്ടർ കളറിൽ കാണുന്ന യേശുവിനെ കുറിച്ചല്ല ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സൺ ഓഫ് ഗോഡ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു മനുഷ്യ കഥാപാത്രമാകുന്ന യേശുവിനെ കുറിച്ചുമല്ല ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ജീവിപ്പിക്കുന്ന ആത്മാവ്, അവൻ നിന്റെ ആത്മാവിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി നിന്റെ